ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 1184 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയത് 784 പേരാണ്. ഇന്ന് 7 മരണം കോവിഡ് കാരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം നായരമ്പലം സ്വദേശി 54 വയസ്സുള്ള ഗ്രേസി ഷൈനി, മലപ്പുറം പള്ളിക്കൽ 52 വയസ്സ് നഫീസ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി 64 വയസ്സുള്ള അബൂബക്കർ, തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശി 50 വയസ്സുള്ള ജമ, കൊല്ലം മൈലക്കാട് ദേവദാസ് 45 വയസ്സാണ്, കാസർഗോഡ് നീലേശ്വരം 68 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞി, വയനാട് കൽപ്പറ്റയിലെ 65 വയസ്സുള്ള അലവിക്കുട്ടി. ഇത്രയും ആളുകളാണ് ഇന്ന് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 956 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ. അതിൽ ഉറവിടം അറിയാത്തത് 114, വിദേശത്ത് നിന്ന് 106 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 73 പേർ, ഹെൽത്ത് വർക്കർമാർ 41 പേരുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനകം 20,583 പരിശോധനകളാണ് നടന്നത്. ജില്ലകളിൽ പോസിറ്റീവായവരുടെ കണക്ക്: മലപ്പുറം 255, തിരുവനന്തപുരം 200, പാലക്കാട് 147, കാസർഗോഡ് 146, എറണാകുളം 101, കോഴിക്കോട് 66, കണ്ണൂർ 63, കൊല്ലം 41, തൃശ്ശൂർ 40, കോട്ടയം 40, വയനാട് 33, ആലപ്പുഴ 30, ഇടുക്കി 10, പത്തനംതിട്ട 4. മലപ്പുറമാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ പരിക്കേറ്റ 109 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 82 പേർ കോഴിക്കോട്, 27 പേർ മലപ്പുറത്ത്. ഇങ്ങനെയാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 23 പേർ ഗുരുതരാവസ്ഥയിലാണ്, 3 പേർ വെന്റിലേറ്ററിലാണ്, 81 പേർ സുഖം പ്രാപിച്ചു വരികയാണ്. വിമാന ദുരന്തത്തിൽ ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ കോവിഡിൻ്റെ സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണത്തിൽ പോയവരുണ്ട്. എല്ലാവരും സ്വയം നിരീക്ഷണത്തിൽ നിൽക്കുന്നതാണ് നന്നാവുക. രാജമല പെട്ടിമുടി ദുരന്തത്തിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മരണമടഞ്ഞവരുടെ എണ്ണം 48ആയി. ഇന്ന് കണ്ടെത്തിയത് 14 വയസ്സുള്ള വിനോദിനി, 12 വയസ്സുള്ള രാജലക്ഷ്മി, 32 വയസ്സുള്ള പ്രതീഷ്, 58 വയസ്സുള്ള വേലുത്തായി. ഒരാളെ തിരിച്ചറിയാനുണ്ട്. 43 പേരെ ഇന്നലെ കണ്ടെടുത്തിരുന്നു. 22 പേരുടേത് കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേന,
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ വിവിധ സർക്കാർ ഏജൻസികൾ ഊർജിതമായി രംഗത്തുണ്ട്. വനപാലകരും വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മ സേനയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. പെട്ടിമുടി ആറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 16 കിലോമീറ്റർ വിസ്തൃതിയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിൽ ഇന്നലെ 2800 കോവിഡ് പരിശോധനകളാണ് നടത്തിയത്. ഇതിൽ 288 എണ്ണം പോസിറ്റീവായി. കള്ളിക്കാട്, വെള്ളറട, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഈ ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളായി മാറാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് 3 ഇടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സമ്പർക്ക വ്യാപന കേസുകൾ വർദ്ധിക്കുന്ന തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ സാമൂഹ്യ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം പകരുന്നതിന് ദക്ഷിണമേഖല പോലീസ് IG ഹർഷിത അത്തല്ലൂരിക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഇവർ നേതൃത്വം നൽകുക. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് റൂറൽ, കോഴിക്കോട് സിറ്റി, പാലക്കാട്, വയനാട്, തൃശ്ശൂർ സിറ്റി, എറണാകുളം റൂറൽ ഇവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോൾ തൃപ്തികരമായി നടപ്പിലാകുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള എല്ലാ ജില്ലകളിലെയും പ്രവർത്തനം വിലയിരുത്താനും പുതിയ നിയന്ത്രണ രീതികൾക്ക് രൂപം നൽകാനുമായി IG-മാർ, DIG-മാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. തീരദേശത്ത് കോവിഡ് ബാധ പടരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തിനുമായി IG S. ശ്രീജിത്തിനെ നിയോഗിച്ചു. കോസ്റ്റൽ പോലീസ് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും. കോവിഡ് രോഗബാധ തടയുന്നതിന് ജനങ്ങൾ സ്വയം നിരീക്ഷണം നടത്തി ആവശ്യമായ നിയന്ത്രണങ്ങൾ സ്വയം ഏർപ്പെടുത്തുന്ന നെയ്ബർഹുഡ് വാച്ച് സിസ്റ്റം ജനമൈത്രി പോലീസിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്താകെ നടപ്പാക്കും. ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളിയിൽ പുതിയ ലിമിറ്റഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ട്. വെട്ടക്കൽ, കടക്കരപ്പള്ളി, ചെട്ടിക്കാട് എന്നീ ലാർജ് ക്ലസ്റ്ററുകളിലും രോഗവ്യാപനം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചി ക്ലസ്റ്ററിലാണ് ഇപ്പോൾ പ്രധാനമായും രോഗവ്യാപനമുള്ളത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പള്ളുരുത്തി, കുമ്പളങ്ങി മേഖലകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലുവ ക്ലസ്റ്ററിൽ രോഗവ്യാപനം കുറഞ്ഞു വരികയാണ്. ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട കൂടുതൽ സ്ഥലങ്ങളിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിൽ നിയന്ത്രണങ്ങളുള്ളത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ മാത്രം 147 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നത്തെ ആകെ പുതിയ രോഗബാധ
255 കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ രോഗവ്യാപനമുണ്ട്. 3 ദിവസത്തിനിടെ 36 അതിഥി തൊഴിലാളികൾക്കാണ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് വലിയങ്ങാടിയും വെള്ളയിലും ക്ലസ്റ്റർ പട്ടികയിൽ ഉൾപ്പെട്ടു. ലോക്ക്ഡൗൺ കാലത്ത് കർണാടക മണ്ണിട്ടടച്ച മാക്കൂട്ടം പാത ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കായി തുറന്നു. ഇവിടെ കോവിഡ് പരിശോധനയ്ക്കും വിവര ശേഖരണത്തിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും വാഹനങ്ങൾക്ക് പ്രവേശനം. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയം തിരഞ്ഞെടുത്ത് ആ സമയത്ത് ചെക്ക് പോസ്റ്റിൽ എത്താവുന്നതാണ്. ചെക്ക് പോസ്റ്റിൽ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ക്രമീകരണമുള്ളത്. തിരുവനന്തപുരം ജില്ലയിലുണ്ടായ മഴക്കെടുതിയിൽ 37 വീടുകൾ പൂർണ്ണമായും 218 വീടുകൾ ഭാഗികമായും തകർന്നു. 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 583 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയിൽ ജില്ലയിൽ 5600 പരം കർഷകരുടെ 5875 ഹെക്ടർ കൃഷി നശിച്ചു. നീണ്ടകര അഴീക്കൽ ഭാഗങ്ങളിൽ നിന്നും 15 വള്ളങ്ങളിൽ 55 മത്സ്യത്തൊഴിലാളികൾ കൂടി പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തി. അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ നമ്മുടെ സ്വന്തം സൈന്യം പുറപ്പെടുകയായിരുന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് 6 ക്യാമ്പുകൾ തുടങ്ങി. 103 കുടുംബങ്ങളിലെ 373 പേരെ മാറ്റി പാർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 6 താലൂക്കുകളിലായി 125 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 1432 കുടുംബങ്ങളിൽ നിന്ന് 4657 പേരെ മാറ്റി താമസിപ്പിച്ചു. 60 വയസ്സിന് മുകളിലുള്ള 400 പേരെയാണ് മാറ്റി താമസിപ്പിച്ചത്. മൂഴിയാർ, മണിയാർ, പമ്പ എന്നീ ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി വിടുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 74 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1251 കുടുംബങ്ങളിലായി 4449 ആളുകളാണ് ക്യാമ്പിലുള്ളത്. കോട്ടയത്ത് ഇതുവരെ 217 കുടുംബങ്ങളിലെ 5647 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മീനച്ചിലാറിലും മണിമലയാറ്റിലും കൈവഴികളിലും ജലനിരപ്പ് അപകട നിലക്ക് മുകളിൽ തുടരുന്നു. എറണാകുളം ജില്ലയിൽ ആശങ്കാജനകമായ അവസ്ഥയില്ല. പ്രധാന നദികളിൽ അപകട നിലയിൽ ജലനിരപ്പ് എത്തിയിട്ടില്ല. ചെല്ലാനം മേഖലയിൽ അതിശക്തമായ കടൽക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പാലക്കാടിൻ്റെ മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ളതുകൊണ്ട് നെല്ലിയാമ്പതി ചെറുനെല്ലി കോളനിയിലെ 9 കുടുംബങ്ങളിലെ 27 പേരെ അയലൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇന്നലെ മുതൽ മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ട്. ബാണാസുര സാഗർ, കാരാപ്പുഴ ഡാമുകളിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. 81 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1232 കുടുംബങ്ങളിലെ
4217 അംഗങ്ങളാണ് ഇപ്പോൾ കഴിയുന്നത്. ഇവരിൽ 2312 പേർ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. 11,000-ലധികം പേരെ ബന്ധുവീടുകളിലേക്കും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പൊതുവെ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച മലയോര മേഖലയിൽ കുറച്ച് സമയം ശക്തമായ മഴ ലഭിച്ചാൽ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായതോ ശക്തമായതോ ആയ മഴക്കാണ് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് സാധാരണ കിട്ടുന്ന ആകെ മഴ 427 മില്ലിമീറ്ററാണ്. കഴിഞ്ഞ 10 ദിവസം, അതായത് 2020 ആഗസ്റ്റ് 1 മുതൽ 10 വരെ നമുക്ക് കിട്ടിയത് 476 മില്ലിമീറ്റർ മഴയാണ്. അതായത് ഈ മാസം ആകെ കിട്ടേണ്ട മഴയിൽ കൂടുതൽ 10 ദിവസം കൊണ്ട് നമുക്ക് കിട്ടി. ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ 3 വർഷമായി ആവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത്. ജലസേചന, വൈദ്യുതി വകുപ്പുകളുടെ ചില ചെറിയ അണക്കെട്ടുകൾ നിയന്ത്രിതമായ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അലേർട്ട് ലെവലിന് താഴെ എത്തിയാൽ അത് അവസാനിപ്പിക്കും. അതുവരെ അണക്കെട്ടുകളുടെ താഴെയുള്ള നദിക്കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരേണ്ടതുമാണ്. മഴ മാറിയതോടെ നദികളിൽ ജലനിരപ്പ് കുറയുന്നുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വേഗത്തിൽ തന്നെ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. കേന്ദ്ര ജല കമ്മീഷൻ്റെ പ്രളയ മുന്നറിയിപ്പ് ആ സംവിധാനത്തിൻ്റെ കണക്ക് പ്രകാരം അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിൽ ഈ നദികളിലാണ് വാണിംഗ് നിരപ്പിൽ ജലനിരപ്പ് നിൽക്കുന്നത്. ഇവിടങ്ങളിലും ജലനിരപ്പ് താഴുന്ന പ്രവണതയാണ് ഇന്ന് പകൽ കാണിക്കുന്നത്. പൊതുവിൽ സംസ്ഥാനത്ത് അപകടാവസ്ഥ കുറഞ്ഞു വരുന്ന ആശ്വാസമാണുള്ളത്. എങ്കിലും കുറച്ച് ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് നിർദ്ദേശം. മാസ്ക് ധരിക്കാത്ത 5901 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 2 പേർക്കെതിരെ ഇന്ന് കേസും രജിസ്റ്റർ ചെയ്തു. പ്രളയം നേരിടാൻ സർക്കാർ മുന്നൊരുക്കം ശക്തമായി തുടരുന്നുണ്ട്. തയ്യാറെടുപ്പുകൾ നേരത്തെ മുതൽക്കേ കാര്യമായി നടത്തിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന്
കുട്ടനാട് മേഖലയാണ് നമുക്കെല്ലാ കാലത്തും ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലം. പത്തനംതിട്ടയിലും കോട്ടയത്തും മഴ പെയ്താൽ വെള്ളം മുഴുകിയെത്തിയാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല ഈ നദികളുടെ ജലമാണ് കുട്ടനാട്ടിലെ പ്രളയത്തിൻ്റെ പ്രധാന കാരണം. അതിൽ പമ്പ, അച്ചൻകോവിൽ നദികളിലെ ജലം കടലിലേക്ക് പുറന്തള്ളുന്നത് പ്രധാനമായും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ്. മുൻവർഷം ജലം കടലിലേക്ക് ഒഴുക്കാൻ 30 മീറ്റർ വീതിയിലാണ് പൊഴി മുറിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ 360 മീറ്റർ വീതിയിൽ പൊഴി മുറിച്ചു, അവിടെ ആഴം വർദ്ധിപ്പിച്ചു. അത് ഇപ്പോൾ ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ നദികളിലെ പ്രളയ തീവ്രത ഇത്തവണ ഗണ്യമായി കുറഞ്ഞു. പമ്പ റിവർ ഗേജിംഗ് സ്റ്റേഷൻ ആയ ഇറപ്പുഴയിൽ 2018 മഹാപ്രളയ സമയത്ത് ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാളും 8 അടിയോളം കുറവുണ്ടായിട്ട് പോലും അന്നൊഴുകിയ നിരക്കിൽ തന്നെയാണ് തോട്ടപ്പള്ളിയിലൂടെ ഇപ്പോൾ ജലം ഒഴുകുന്നത്. എന്നാൽ മണിമലയാറിൽ വെള്ളം ഉയർന്നതുമൂലം ചിലയിടങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുണ്ട്. അതുപോലെ വയനാട് ജില്ലയിലും ഇത്തരം ചില പദ്ധതികൾ നടപ്പിലാക്കി. 4.5 കോടി രൂപ ചെലവിട്ട് നദികളും തോടുകളും എല്ലാം വൃത്തിയാക്കി ആഴം കൂട്ടി. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇത്തവണ അധികം ഉണ്ടായില്ല. ഭൂരിഭാഗമിടങ്ങളിലും ഇത്തരം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റൂം ഫോർ പമ്പ, റൂം ഫോർ വേമ്പനാട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തെ നേരിടാൻ 10 NDRF കമ്പനികളെ കേരളത്തിലേക്ക് അയച്ചതിനും ഇടുക്കി രാജമലയിൽ ഉരുൾപൊട്ടലുണ്ടായിടത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് NDRF നൽകിയ സഹായത്തിനും കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭ്യമാക്കിയ സഹായ സഹകരണങ്ങൾക്കും പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തി. കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി ജല കാലാവസ്ഥാ വകുപ്പുകളും നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററും ഏകോപിതമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇത്തവണത്തെ കാലവർഷക്കെടുതിയുടെ കാഠിന്യം കുറവാണെങ്കിലും തുടർച്ചയായ 3-ാം വർഷമാണ് കേരളത്തിൽ ദുരന്തമുണ്ടാകുന്നത്. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിതീവ്ര മഴയെ നേരിടാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും സംസ്ഥാനം നടത്തിയിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട്, ഇടുക്കി ഇവിടങ്ങളിലാണ് അതിൻ്റെ ആഘാതം ഏറ്റവും അധികം അനുഭവപ്പെടുന്നത്.
അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് 686 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവയിൽ 6967 കുടുംബങ്ങളിലെ 27,830 ആളുകളെ പാർപ്പിച്ചിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയായിരുന്നു. തമിഴ്നാട്ടിലെ വൈഗൈ ഡാമിലേക്കുള്ള ടണലിലൂടെ പരമാവധി വെള്ളം വലിച്ചെടുക്കണമെന്നും മുല്ലപ്പെരിയാറിൽ നിന്ന് താഴേക്കൊഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കഴിവതും കുറക്കണമെന്നും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പമ്പാ നദിയിൽ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്തുകൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനും അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് തടയുന്നതിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതി സൗഹൃദ വാസസ്ഥലങ്ങൾ മിഷൻ മോഡിൽ അവിടങ്ങളിൽ ഒരുക്കുകയാണ്. ഏതെങ്കിലും മനുഷ്യ ഇടപെടലിൻ്റെ ഫലമായല്ല അവിടെ ഉരുൾപൊട്ടലുണ്ടായത്. ഇത്തരമൊരു ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള ഇടമായി അവിടം കണക്കാക്കപ്പെട്ടിരുന്നില്ല. ഇതും പ്രധാനമന്ത്രിയെ അറിയിച്ചു. കോവിഡ്-19 പ്രതിരോധിക്കാൻ ഏറ്റവും മികച്ച ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തുന്നത്. ഇപ്പോഴുള്ള 25% എന്ന പരിധി ഒഴിവാക്കി കോവിഡ് പ്രതിരോധത്തിനായി നിബന്ധനകളില്ലാതെ SDRFൽ നിന്ന് തുക ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റിംഗ്, ക്വാറന്റൈനിങ് എന്നിവ ഒരുക്കുന്നത് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദാരമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളപ്പൊക്കമുണ്ടായിട്ടുള്ളത്. ഈ മഹാമാരിയോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആഘാതമാണ് ഇപ്പോഴത്തെ മഴക്കെടുതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പുതിയ ലിസ്റ്റിൽ പേർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഓഗസ്റ്റ് 14 വരെയായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുള്ളതിനാലും മഴക്കെടുതി മൂലവും അപേക്ഷ കൊടുക്കുന്നതിനുള്ള തീയതി ഓഗസ്റ്റ് 27 വരെ നീട്ടിയിട്ടുണ്ട്. സർക്കാർ കോളേജ് അധ്യാപക സംഘടനയായ AKGCTയുടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നതായി അതിനായി 2,66,750 രൂപ അതത് കോർപ്പറേഷനുകൾക്ക് കൈമാറിയിട്ടുണ്ട്. കാസർഗോഡ് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ PTA സ്പോൺസർഷിപ്പ് വഴി 32 വിദ്യാർത്ഥികൾക്ക് TV വിതരണം ചെയ്തു. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് 65,51,613 രൂപ നൽകി.
ഇനി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനയുടെ കണക്കാണ്. AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 6,65,500 രൂപ. LIC ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ല 3 ലക്ഷം രൂപ. ബാലസംഘം ഒഞ്ചിയം ഏറിയ കമ്മിറ്റി ചോറോട് നെല്ലിയങ്കര യൂണിറ്റ് കമ്മിറ്റി 1,89,656 രൂപ. പെരിന്തൽമണ്ണയിലെ സഖാവ് മൂസക്കുട്ടി സഖാവ് RN മനണി ചാരിറ്റബിൾ ട്രസ്റ്റ് 1,67,150 രൂപ. AIYF തൃശ്ശൂർ മണ്ഡലം കമ്മിറ്റി 1,20,000 രൂപ. CPIM മടിക്കൈ സൗത്ത് ബംഗളം ലോക്കൽ കമ്മിറ്റി ശില്പങ്ങൾ ലേലം ചെയ്തും ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചും ലഭിച്ച 1,01,222. AIYF ചാഴൂർ വില്ലേജ് കമ്മിറ്റി 1 ലക്ഷം രൂപ. OPAC ഒഞ്ചിയം 40,110 രൂപ. ദേശാമാനി വായനശാല വെസ്റ്റ് വെങ്ങോല 35,000 രൂപ. പാലിയേറ്റീവ് കെയർ ഡ്രൈവേഴ്സ് യൂണിറ്റ് തിരുവനന്തപുരം ജില്ല 30,000 രൂപ. കണ്ണൂർ ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂൾ പ്രഥമാധ്യാപകനായി വിരമിച്ച ലാസർ പെൻഷൻ തുക 30,351 രൂപ. R രാധാകൃഷ്ണൻ പരിഷത്ത് ഭവൻ 30,000 രൂപ. പെർളശ്ശേരി റിജോയ്സ് V രാധ ടീച്ചർ പെൻഷൻ തുക 25,000 രൂപ. 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചേരിക്കൽ 25,000 രൂപ. പെരിന്തൽമണ്ണയിലെ PT അരുൺകുമാർ സാംസ്കാരിക സമിതി 25,000 രൂപ. ഗ്രാമീണോദയം പബ്ലിക് ലൈബ്രറി മുറിവിലങ് 25,500 രൂപ. യുവത കലാസമിതി കരിമനപ്പാലം 24,310 രൂപ. പരിയാരം പ്രതിഭാ ക്ലബ്ബ് 15,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്.